നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസ്കറ്റിൽ നിന്നാണ് ഏറ്റവും നിർണായകരമായ ഈ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. വിവിധ കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഒമാനിലെ ജയിലുകളിൽ കഴിയുന്ന 282 തടവുകാരെ മോചിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭരണാധികാരിയായ സുൽത്താൻ ഹൈതം ബിൻ താരിഫ് മാപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ മോചനം. ഇത്തരത്തിൽ മോചിതരാവുന്നതിൽ 123 പേർ പ്രവാസികളാണെന്ന പ്രത്യേകതയുമുണ്ട്. ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തിറക്കിയ അറിയിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. എന്നാൽ എപ്പോഴാണ് ഇവരെ പുറത്തുവിടുകയെന്നും എന്തൊക്കെയാണ് ഡിമാൻഡ്സ് എന്നും ഇതുവരെ മന്ത്രാലയം വ്യക്തമാക്കാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. മുൻ ഭരണാധികാരിയായ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ദീർഘവീക്ഷണങ്ങളോടും വികസന കാഴ്ചപ്പാടുകളോടും ചേർന്ന് നിന്ന സയ്യിദ് ഹൈതം ബിൻ താരിഫ് അൽ സയ്യിദ് ഭരണം ഏറ്റെടുക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1 മാസം പിന്നിടുന്ന ഈ സമയത്ത് ഒരുപാട് നന്മ പ്രവർത്തികളാണ് അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്തിരിക്കുന്നതും അതിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമാകുന്നത്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ജയിലിൽ നിന്ന് ആൾക്കാരെ മാപ്പ് നൽകി വിട്ടയക്കുക എന്നുള്ളത്. എന്തായാലും പുതിയ സുൽത്താന് ആശംസകൾ നേർന്നുകൊണ്ട് രാജ്യം തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. സാംസ്കാരിക പൈതൃക മന്ത്രിയായി സേവനം ചെയ്തു വരികയായിരുന്ന ഹൈതം ബിൻ താരിഫ് അൽ സയ്യിദ് മന്ത്രിസഭയിലെ തന്നെ പ്രമുഖനായിരുന്നെന്ന പ്രത്യേകതയുമുണ്ട്. അദ്ദേഹം ഒമാനിലെ സാമൂഹ്യ കൂട്ടായ്മകളും വ്യക്തികളും പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത് ഈ ഇടയ്ക്കാണ്. ഏതാനും പ്രവാസികൾ ചേർന്ന് പിരിച്ച പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പടർന്ന് പിന്തുടർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു നിർബന്ധിത പണം പിരിവ് നിർത്തലാക്കിയത്. കിരീട അവകാശിയെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല. വിവാഹമോചിതനായ സുൽത്താന് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒമാന് പ്രഖ്യാപിത കിരീടാവകാശിയും ഉണ്ടാവാറുന്നത്. അധികാര കസേര ഒഴിഞ്ഞുകിടന്നത് 3 ദിവസത്തിനകം പിൻഗാമിയെ തെരഞ്ഞെടുക്കുമെന്നാണ് ഒമാനിലെ ചട്ടം. അതുകൊണ്ട് തന്നെയാണ് ജനുവരി 11 മുമ്പ് ഇത്തരത്തിൽ ഒരു സുൽത്താനെ തെരഞ്ഞെടുത്തത്. മുൻ ഭരണാധികാരിയുടെ കുടുംബത്തിൽ നിന്നുള്ള പുതിയ സുൽത്താൻ ശനിയാഴ്ച രാവിലെയാണ് ചുമതലയേറ്റത്. 1954 ജനിച്ച അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോറിൻ സർവീസ് പ്രോഗ്രാമിൽ ബിരുദം നേടിയിട്ടുണ്ട്. പിംബോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത പഠനവും അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. നേരത്തെ വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയുമായൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്തരിച്ച ഖാബൂസ് സുൽത്താന് ശേഷം ഇനിയും ഒരുപക്ഷെ ഒമാനെ നല്ല രീതിയിൽ പരിചരിക്കാൻ തന്നെയായിരിക്കും ഈ സുൽത്താനും ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളികൾക്ക്, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.